ഹായ് ഫ്രണ്ട്സ്, കുക്കറിൽ നമുക്കൊരു ഈസി പരിപ്പ് പ്രഥമൻ റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടിയിൽ ആദ്യം നമുക്ക് 1 കപ്പ് സ്പ്ലിറ്റ് മൂങ് ദാൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. പരിപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു കളർ മാറി തുടങ്ങും, നല്ലൊരു സ്മെല്ല് വരും. ഈ പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുന്നൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്നതുവരെ നല്ലപോലെ വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. ഈ പരിപ്പ് കഴുകിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് വെക്കണം. അതിൽ 3-ാം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് കുക്കറിലിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ശരിക്ക് വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് തേങ്ങയുടെ 2-ാം പാലും കൂടെ ചേർത്ത് ഒരു വിസിലിന് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും വെന്തിട്ടില്ല, ചെറിയ തരിയായിട്ടൊക്കെ കിടപ്പുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് 2-ാം പാല് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒറ്റ വിസിലിന് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്. അപ്പം നല്ല തുറന്നു കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ചെറിയ പൊടി തൈവതിരി പോലെ കിടപ്പുണ്ട്. അത് അങ്ങനെ വേണം പായസത്തിന്, നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കിയെടുക്കാം. 1.5 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. കട്ടകളില്ലാതെ ഉരുക്കിയെടുത്തതിന് ശേഷം ഈ ഉരുക്കിയെടുത്ത ശർക്കരയുടെ മിക്സ്ചർ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് നല്ലപോലെ തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ചുക്ക് പൊടി ഇല്ലെങ്കിൽ ചുക്ക് ചതച്ചതായാലും മതി. ഞാനിപ്പോൾ ഇടുന്നത് ചുക്ക് ചതച്ചതാണ്. അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏലക്കായും ജീരകവും കൂടെ വറുത്ത് പൊടിച്ചത്, ഈ വറുത്ത് പൊടിച്ച പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതില്ലാതെ ഏലക്കായ മാത്രം ഇട്ടാലും മതി. ചുക്ക് പൊടിയും ജീരകവും വേണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏലക്കായ മാത്രം ഇടുന്നവരുമുണ്ട്. എന്താണ് പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് അതിൽ നിന്നൊരു ആവി വരും. ആവി വരുന്നവരെ മാത്രം വേവിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നെയ്യിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഗാർണിഷ് ചെയ്ത് ചേർക്കാവുന്നതാണ്. പായസം റെഡി.